നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. MLA എന്ന നിലയിൽ ഇതുവരെ ലഭിച്ച ശമ്പളത്തിൽ നിന്ന് സ്വന്തം ആവശ്യങ്ങൾക്കായി ₹1 പോലും ചെലവഴിക്കാതെ ലഭിച്ച ശമ്പളം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച മാത്യു കുഴൽനാടൻ. കാരുണ്യ സ്പർശം എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ നിയോജക മണ്ഡലത്തിലെ വൃക്കരോഗികൾക്കും ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടുപോയവർക്കും സാന്ത്വനം പകരാനാണ് MLA ലക്ഷ്യമിടുന്നത്. ശമ്പളമായി ലഭിച്ച ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന 25 ലക്ഷം രൂപ പദ്ധതിക്കായി വിനിയോഗിക്കും. 15-ന് ക്യൂൻസ് ഓഡിറ്റോറിയത്തിൽ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈറാഗൌഡ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഡയാലിസിസ് ആവശ്യമായി വരുന്ന വൃക്കരോഗികൾക്ക് പ്രതിമാസം 1 കൂപ്പൺ വീതം നൽകുന്ന പദ്ധതിയും വയോജനങ്ങളുടെയും പ്രായമായവരുടെയും സന്തോഷ സൂചിക ഉയർത്തുന്നതിനായി വിദ്യാർത്ഥികളുടെ കൂടി പങ്കാളിത്തത്തോടെ വീടുകളിലെത്തി അവരുടെ പരിരക്ഷയും സന്തോഷവും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിടുന്ന ഏഞ്ചൽസ് പദ്ധതിയുമാണ് കാരുണ്യ സ്പർശത്തിന്റെ കീഴിൽ നടപ്പാക്കുക. 1 വർഷം നീളുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പിന്തുണയുമായി സുമനസ്സുകൾ എത്തിയാൽ കൂടുതൽ പേർക്ക് സഹായം ലഭിക്കുന്ന വിധം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. നമ്മൾ ജനത്തെ സേവിക്കുന്നതിന് നമുക്ക് കിട്ടുന്ന ഒരു ശമ്പളം അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഓണററിയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒക്കെ അത് സമൂഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊരു ആഗ്രഹവും ആലോചനയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തീരുമാനമായിട്ട് എടുക്കണം എന്ന് ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യ മാസം മുതൽ വന്ന പൈസ, ഈ കോൺസ്റ്റിറ്റ്യുവൻസി മാനേജ്മെൻറ്റ് വന്ന പൈസ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഒരു എമൗണ്ടായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ താഴെ ഒരു വട്ടം എടുക്കേണ്ടി വന്നത് നമ്മുടെ വായ്പറയിലെ ദളിത് അവരുടെ കൂട്ടുപൊളിച്ച വിഷയമുണ്ടായി. അപ്പോൾ അവരുടെ കടം ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ പേയ്മെൻറ്റ് ആണ് അതിൻ്റെ ഒന്ന് കൊടുത്തത്. അതിനുശേഷം ഞാൻ പിന്നീട് പൊതുരംഗത്ത് നമ്മൾ ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്താൻ വേണ്ടി സ്പർശം എന്നൊരു ചാരിറ്റി ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന എഴുതി ശശി തരൂർ എന്ന ഓഫീസ് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അന്ന് ശശി തരൂർ എൻ്റെ സ്പർശം ചാരിറ്റിയുടെ ഉദ്ഘാടനം നടത്തിയിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ഇതിനോടകം ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ആദ്യ വർഷം കോവിഡിൻ്റെ വർഷം നമ്മൾ 1650 കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകി, വീട് വെച്ച് നൽകി, പിന്നെ ചികിത്സാ സഹായം, അങ്ങനെ പല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ അപ്പോൾ ഞാൻ അതിനുവേണ്ടി മറ്റേ പൈസ ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പം 4 വർഷം കഴിഞ്ഞപ്പോൾ ആ തുക 25 ലക്ഷം രൂപ തികഞ്ഞു. അപ്പോൾ ആ 25 ലക്ഷം രൂപ എനിക്ക് MLA എന്ന നിലയിലുള്ള സേവനത്തിന് കോൺസ്റ്റിറ്റ്യുവൻസി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓണറേറിയമായി സർക്കാർ തന്ന പൈസ അത് സമൂഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച് നമ്മൾ 25 ലക്ഷം രൂപ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഈ വരുന്ന 15-ാം തീയതി നമ്മൾ ഒഫീഷ്യലായിട്ട് കിക്ക് ഓഫ് ചെയ്യുകയാണ്. MLA തന്നെ നേതൃത്വം നൽകുന്ന സ്പർശം എന്ന ജീവകാരുണ്യ സംഘടനയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുക. പ്രായമായ മാതാപിതാക്കളുടെയും ആശ്രയമറ്റവരുടെയും ആരോഗ്യ മാനസിക പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വീടുകളിലെത്തി ശുശ്രൂഷ ഉറപ്പാക്കുന്ന മൊബൈൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റും രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരെ കൂടി ഈ പദ്ധതിയുടെ ഭാഗമാക്കും. നിയോജക മണ്ഡലത്തിലെ ഡയാലിസിസ് ആവശ്യമായ വൃക്കരോഗികളുടെയും സാന്ത്വന പരിചരണത്തിൽ കഴിയുന്ന വയോജനങ്ങളുടെയും മറ്റും വിവരങ്ങൾ അർഹരായവരെ കണ്ടെത്തുന്നതിനായി ശേഖരിച്ചിട്ടുണ്ടെന്നും MLA അറിയിച്ചു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.